ഇത് പൊക്കലാണോ? ഇത് താത്തി താത്തി എന്നെ ഓടക്കുഴി കൊണ്ടിട്ടല്ലോ. നിങ്ങൾ അങ്ങനെ താന്നൊന്നും തരണ്ട. നിങ്ങൾ അങ്ങനെ ദയ ഒന്നും എന്നോട് കാണിക്കണ്ട. കിട്ടുന്നില്ലടാ. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. പോ, എവിടെയാന്ന് വെച്ചാ പോ. കാറിൽ എനിക്ക് തോപ്പിക്കാൻ പറ്റാത്ത അപ്പനെ മാത്രമേ ഉള്ളൂ. എന്റെ ഡ്രൈവിങ്ങും എന്റെ എന്തായിരുന്നു എന്റെ ലുക്കും എന്റെ വ്ലോഗും ഇന്നലെ അബദ്ധവശാൽ താടി അവരറ്റത്ത് നിന്ന് വടിച്ചു പോയത് കൊണ്ട്. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ് എവ്രിവൺ. അപ്പൊ ഇന്നതാ ഒരു സൺഡേ ആണ്. വീണ്ടും സൺഡേ വ്ലോഗുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം സൺഡേസ് മാത്രമാണ് ഇങ്ങനെ എന്റെ കൈ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇന്നെന്താണ് വെച്ചാൽ സ്പെഷ്യല് ഒന്നുമില്ല, വെറുതെ ഒരു വ്ലോഗ്. സൺഡേ പള്ളിയിലൊക്കെ പോയിട്ട് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഒരു വലിയ അതിസാഹസികമായി ഞാൻ ഇന്നൊരു പരിപാടി ചെയ്തതിന്റെ ഭാഗമായി തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരുന്നു. പിള്ളേരെ സൺഡേ ക്ലാസ്സിലാക്കിയിട്ട് നമ്മൾ പോവുകയാണ്. വെരി നൈസ്. പിള്ളേരെ സൺഡേ ക്ലാസ്സിലാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പോയിട്ട് നമ്മൾ കടയക്കടയൊക്കെ തിരിഞ്ഞ് നടന്ന് തിരിച്ച് പിള്ളേരെ പോയി പിക്ക് ചെയ്ത് വീണ്ടും കടയക്കട തെണ്ടി തിരിയും. അല്ലേ ചായ? ഇന്ന് അതാണ് നമ്മുടെ പ്ലാൻ. വേറെ പ്രത്യേകിച്ച് പ്ലാനും പരിപാടികളൊന്നുമില്ല. എന്നാലും എനിക്ക് അറിയാൻ പാടില്ല സത്യത്തില്. റോജിന് അറിയാൻ പാടില്ല ആക്ച്വലി എന്താണ് സംഭവം. ഈ തെണ്ടി തിരിയാന്ന് പറയുന്നത് എനിക്ക് അറിയില്ല. ഇവര് പോയിട്ട് പരിചയമുള്ളതുകൊണ്ട് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് അറിയാലോ ഇത് എന്താണ് ഈ തെണ്ടി തിരിയെന്നുള്ളത്. ഒന്ന് പോടോ. ഞങ്ങളുടെയൊക്കെ അവിടെ അങ്ങനെ പറയും. എന്തായാലും നേരെ വീട്ടിൽ പോവുക. എന്റെ ഷൂസ് ഒന്ന് മാറ്റണം. ഷൂ ഒന്ന് പാളി. ഷൂസ് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ നേരെ വാൾമാർട്ടിൽ പോയി പാലും ബ്രെഡും വെള്ളവും ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി അത് വെച്ചിട്ട് പിള്ളേരെ പള്ളിയിൽ പോയി പിക്ക് ചെയ്ത് ഇതൊക്കെയാണ് പ്ലാൻ. സമയം അനുസരിച്ച് നമ്മൾ മാറ്റും മറിക്കും അങ്ങനെയൊക്കെ ചെയ്യും. എന്തായാലും നമുക്കിപ്പോ വീട്ടിലേക്ക് പോവാം. ബൈ. കഥയിലൊരു ചേഞ്ച്. നേരെ വാൾമാർട്ടിലേക്കാണ് പോകുന്നത്. വാൾമാർട്ടിൽ പോയി ഫുഡൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ ഫുഡല്ല വീട്ടു സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി എന്റെ ഷൂസ് മാറ്റി പള്ളിയിൽ പോയി പിള്ളേരെ എടുത്ത് ഇന്ന് പിള്ളേർക്ക് വേണ്ടിയുള്ള ഷോപ്പിംഗ് അത് കഴിഞ്ഞ്. വാവ്, റൈറ്റ്. അതുകൊണ്ട് നമ്മൾ പോകുന്ന സ്ഥലം വളരെ എക്സ്പെൻസീവ് ആയ, അതെ, ഏറ്റവും ചെലവ് കുറഞ്ഞ അപ്പോഴത്തേക്കും നമ്മൾ വാൾമാർട്ടിലെത്തും. നിങ്ങൾ ഗസ് ചെയ്ത് കമന്റ് ചെയ്യുക. ഞങ്ങൾ എവിടെയൊക്കെ ആയിരിക്കും പിള്ളേരുടെ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ ഗസ് ചെയ്ത് കമന്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. റോജൻ ഇവിടെ നിന്ന് പതുക്കെ വിളിച്ച് പറഞ്ഞു കേൾക്കാവോ എന്തോ ആർക്കറിയാം. എന്തായാലും കേട്ടിട്ടുള്ളവരും കേൾക്കാത്തവരും ഒക്കെ കമന്റ് ബിലോ. നമ്മൾ വാൾമാർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ റോഡ് സൈഡ് മുഴുവൻ വണ്ടി ബിസിനസ് ആണ് ഗൈസ്. വണ്ടികളുടെ ഷോറൂമാണ് ഗൈസ്. വണ്ടികളുടെ ഷോറൂം. പോർഷയുണ്ട്, ഫോർഡ് ഉണ്ട്, നിസാൻ കഴിഞ്ഞു പോയി, കാഡിലാക്ക് കഴിഞ്ഞു പോയി, പിന്നെ എന്തുവള്ള കഴിഞ്ഞു പോയത്, മസറാത്തി കഴിഞ്ഞത്, GMC, ബ്യൂക്ക്. വെറുതെ ഒരു വ്ളോഗ് ആയതുകൊണ്ട് റോജൻ പറഞ്ഞു ഇന്നത്തെ നമ്മുടെ മിക്കവാറും ഒരു ഊള വ്ളോഗായിരിക്കും. ആ ഊള വ്ളോഗ് എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് എടുത്ത വീഡിയോ മാത്രമാണിത്. എന്താ എന്റെ ഡ്രൈവിങ്ങും എന്റെ എന്തായിരുന്നു എന്റെ ലുക്കും എന്റെ വ്ലോഗും എന്റെ ഒരു ഷോർട്സും ഇതൊക്കെയാണ് റോയിച്ചൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഒന്നോടെ ചോദിച്ചിട്ട് പറഞ്ഞില്ല. അപ്പത്തേക്ക് ഞാൻ വീഡിയോ കട്ടായി പോയി. എനിവേസ്, റോയിച്ചന്റെ ഡ്രൈവിങ്ങും റോയിച്ചന്റെ ലുക്കും നിങ്ങൾ കണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇത്രയും നാളും കൂതറ ലുക്കിലായിരുന്നു താടിയൊക്കെ വെച്ച്. ഇന്നലെ അബദ്ധവശാൽ താടി അവരറ്റത്ത് നിന്ന് വടിച്ചു പോയത് കൊണ്ട് പുള്ളിക്ക് ഫുള്ള് ഷേവ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇപ്പൊ ഒരു സുന്ദര കുട്ടപ്പനായി എന്നതാണ് ഒരു ഇത് പുള്ളിയുടെ ഒരു വിശ്വാസം. നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. പുള്ളി ഇപ്പോഴാണോ നല്ലത് അതോ മറ്റേ കൂതറ ലുക്കായിരുന്നോ? പിന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ വാൾമാർട്ടിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ അകത്ത് കയറിയിരിക്കുന്നു. റോയിച്ചൻ താ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്. ഞങ്ങളുടെ വാൾമാർട്ട് കണ്ടോ എന്ത് നീറ്റ് ആൻഡ് ഐഡിയ അല്ലേ? എല്ലാ വാൾമാർട്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇച്ചാന് പരാതി, റോയിച്ചിനെ ആരും കാണുന്നില്ല, റോയിച്ചിനെ വീഡിയോയിലൊന്നും മുഴുക്കെ കാണുന്നില്ല എന്ന്. റോയിച്ചനാണ് വീഡിയോഗ്രാഫർ എപ്പോഴും, അതുകൊണ്ട് റോയിച്ചൻ വീഡിയോയിലില്ല എന്ന് പരാതി പറഞ്ഞത് കൊണ്ട് മാത്രം ഇന്ന് ഞാൻ വീഡിയോഗ്രാഫറായിട്ട് റോയിച്ചിന്റെ ഫേസ് തന്നെ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ട് മടുക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ചു നേരം ഓടിച്ചു വിട്ടോ അല്ലേ ചായ? ഓക്കെ, നമ്മുടെ പാലിന്റെ സെക്ഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇവിടെയാണ് കേട്ടോ നമ്മൾ പാലൊക്കെ എടുക്കുന്നത്. സ്ഥിരമായിട്ട് റോയിച്ചനാണ് പാല് മേടിക്കുന്നതെന്നാണ് റോയിച്ചൻ പറയുന്നത്. അത് ഏറെക്കുറെ സത്യമാണ് അല്ലേ ചാ? 2 എടുത്തോ. ഒന്ന്
ആ അതെ, 2 പാത്രം മേടിച്ചു. നമ്മള് നാട്ടിലെ ആ ഒരു നൊക്ലാച്ച വരുമ്പോ കഴിക്കാൻ വേണ്ടിട്ട് 2 കഞ്ഞിയും പയറും കഴിക്കാൻ വേണ്ടി 2 പാത്രം മേടിച്ച്. നമ്മുടെ കയ്യിൽ സ്റ്റീലിന്റെ പാത്രം ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ട് 2 മേടിച്ച്. കഞ്ഞി ഒരു ദിവസം പഴങ്കഞ്ഞി ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, പണ്ടെപ്പോഴും കഴിച്ചാൽ. അയ്യേ, പഴം ഇട്ടാണ് പഴങ്കഞ്ഞി കഴിക്കാൻ ഓടോ. ഞാൻ പഴങ്കഞ്ഞി കുഞ്ഞിലെ എപ്പോഴും അമ്മച്ചി ഉണ്ടാക്കി തന്നിട്ട് കഴിച്ച ഗ്രാൻഡ്മ, പിന്നെ ഇതുവരെ കഴിച്ചിട്ടില്ല. പഴങ്കഞ്ഞി ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നാട്ടിലൊക്കെ ഇപ്പോൾ പഴങ്കഞ്ഞി ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. നാട്ടിൽ പോയിട്ട് കഴിക്കാൻ ഇനി ഒത്തിരി കാലം കഴിയും. എത്രയും പെട്ടെന്ന് കഴിക്കണം. ഞാൻ ഒരു ദിവസം ഉണ്ടാക്കാൻ പോവാ പഴങ്കഞ്ഞി. ഇനി കുറച്ച് നേരം നിങ്ങൾ എന്നെ കണ്ടാൽ മതി. 2 for 5 ആണ് കേട്ടോ ബ്രെഡിന്. മിക്കവാറും ഒക്കെ 2 for 5 ആണ്, അതുകൊണ്ട് നമ്മൾ 2 എടുത്ത് വെച്ചിടും. ഇനി ഒന്നുമില്ലല്ലോ, നമുക്ക് പോയപ്പോഴേ അങ്ങനെ നമ്മൾ സ്കാനിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. കണ്ണാടി വെച്ച പണിക്കാരൻ, കൂളിംഗ് ഗ്ലാസ് വെച്ച പണിക്കാരൻ. എന്റെ കാറ് ഭയങ്കര ഇച്ചിരി മെസ്സാക്കി. എന്റെ മക്കൾ ടോയ്സ് വെച്ചത്, അത് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞു പോയി. അവിടെ കിടപ്പുണ്ട്. എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാത്ത. ബട്ട് ഐ വിൽ ക്ലീൻ വൺ ഡേ. എന്റെ വൺ ഡേ അല്ല, സോറി. ഓക്കെ, ചുമട്ടുതൊഴിലാളി. ഓ, നമ്മളിവിടെ അടുത്ത് തന്നെ കേട്ടോ പാർക്ക് ചെയ്തത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചില്ല പാർക്ക് ചെയ്തപ്പോ. ഓക്കെ, നമ്മൾ നേരെ വീട്ടിലേക്ക് പോട്ടെ. 12 മണി കഴിഞ്ഞു. 12:30 പിള്ളേരെ ഇപ്പൊ പിക്ക് ചെയ്യണം. വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ പടപടാ വെച്ചിട്ട് വേണം പള്ളിയിൽ പോയി പിള്ളേരെ എടുക്കാൻ. ക്യാമറ തിരിച്ചോളൂ. കൃത്യസമയത്ത് പള്ളിയിൽ എത്തിക്കാനുള്ള മിടുക്ക് എനിക്കായതുകൊണ്ട് ഇനി ഞാനാണ് ഡ്രൈവർ. അതെ, വൈകോ ഇല്ലെന്നുള്ളത് കണ്ടറിയാം. 12:30 ആകുമ്പോ പള്ളി എത്തിയിരിക്കും. ഇതാണ് എന്റെ ചലഞ്ച്. We'll see how it goes. ഇത്ര സമയം എടുക്കണേ എന്തിനാ ഒരു ക്യാമറ ഓൺ ആക്കാനായിട്ട്? കിട്ടുന്നില്ലടാ. കിട്ടിയില്ല. ഇനി പറഞ്ഞോ. ഇനി എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇത്രയും നേരവും കടന്ന് പ്രസംഗിച്ചിട്ട് അതൊന്നും എടുക്കാത്ത നിങ്ങള് എനിക്ക് ദേഷ്യം വരുന്നത്. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. പോ, എവിടെയാന്ന് വെച്ചാ പോ. ഓക്കെ, നമ്മളിതാ വാൾമാർട്ടിൽ നിന്ന് പോകുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് ഇപ്പൊ 12:05 12:30 ആകുമ്പോ പിള്ളേരെ പിക്ക് ചെയ്യാൻ പോണം. പിക്ക് ചെയ്യാൻ അവിടെ പള്ളിയിൽ എത്തിക്കും എന്നുള്ളതാണ് എന്റെ ചലഞ്ച്. 12:30 അവിടെ എത്തിക്കണം എന്നുള്ളത് കൊണ്ടും ഞാനാണ് ഇപ്പോഴത്തെ ഡ്രൈവർ. റോഹിത്തിന് പതുക്കെയാന്ന് വേണ്ടി ഉണ്ട്. റോഹിത്തിന് ഒരു ഇതുമില്ല, ഫാസ്റ്റ് ഓടിക്കാനേ അറിയില്ല. പേടിത്തൊട്ടെ. ഞാനായതുകൊണ്ട് നമ്മൾ നേരെ പോവും. വീട്ടിൽ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ വെച്ചിട്ട് നേരെ പള്ളിയിലേക്ക് ഒരു പിടുത്തമുണ്ട്. 12:30 എത്തണേ. 12:30 നമ്മൾ അവിടെ എത്തും. പിള്ളേരെ പിക്ക് ചെയ്യും. തിരിച്ച് നമ്മള് പിള്ളേരുടെ ആ ടോയ് ഷോപ്പിൽ പോകും. അല്ല, പിള്ളേരുടെ ടോയ് ഷോപ്പ് അല്ല, പിള്ളേർക്ക് സാധനങ്ങൾ മേടിക്കാതെ ഷോപ്പിൽ പോകും. ഓക്കെ, ഡിയോ. 12:30 എത്തിക്കണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയോടെ വണ്ടി വെച്ച് പിടിക്കുന്നു. പക്ഷെ സിഗ്നൽ ഒക്കെ വരുന്നു. എന്ത് നുണ? അതൊക്കെ നുണയല്ല, അതൊക്കെ സത്യമാണ്. ഞാൻ കള്ള പറയാറില്ല, ഈ റോഡിന് താങ്ങാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ വളരെ റേസിംഗും മറ്റുള്ള കാര്യങ്ങളും വണ്ടി ഓടിച്ചാ, ഞങ്ങള് റേസിംഗ് കാർ വെച്ച് വണ്ടി ഓടിച്ചാൽ ഞാൻ ജയിക്കും. വിട്ടുകൊടുക്കും. നിങ്ങൾക്ക് അറിയാലോ, നമ്മളെപ്പോഴും വിട്ടുകൊടുക്കുക. ആണുങ്ങൾ എപ്പോഴും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സന്തോഷം. ഒന്നുമില്ല. റേസിംഗ് കാർ വന്ന് ഞങ്ങൾ 2 പേരും കൂടെ ഓടിച്ചാൽ ഞാൻ ജയിക്കും. ദാറ്റ്സ് ഫോർ ഷുവർ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും താന്നു കൊടുക്കണമല്ലോ. ഒരു കാര്യമില്ല, നിങ്ങൾ അങ്ങനെ താന്നൊന്നും തരണ്ട. നിങ്ങൾ അങ്ങനെ ദയ ഒന്നും എന്നോട് കാണിക്കണ്ട. അല്ലാണ്ട് തന്നെ ഞാൻ ജയിക്കും. നമ്മൾ എന്ത് ഗെയിം കളിച്ചാലും കുഞ്ഞു ഞാൻ വലിയ ഗെയിമറാന്ന് പറയും. അവസാനം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഞ്ഞു കോളേജിലാന്ന് തോന്നുന്നു, പഠിച്ചിട്ടുണ്ടെന്ന് തോന്നണോ, കോളേജിൽ വെച്ച് ചെസ്സില് എന്റെ കൂടെ കോളേജിൽ പഠിച്ചവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബിലോ. നമ്മൾ പഠിച്ചിട്ടില്ലേന്ന്. കോളേജിൽ വെച്ച് ചെസ് ചാമ്പ്യൻ ആന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ചെസ് കളിക്കാൻ വന്നു.
വളരെ എന്താ പറയണ, എത്രത്തോളം താഴ്ത്തി പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഭാര്യനെ താഴ്ത്തി പറയാൻ പാടില്ല. അതുകൊണ്ട് വളരെ താഴ്മയായ തോൽവി അടിച്ചോടി കുഞ്ഞു ചെസ് നിർത്തി. കുഞ്ഞു ചെസ് നിർത്തി. എനിക്കിപ്പോഴും മനസ്സിലാത്തത് ആ കോളേജില് എന്തിനാണ് ചെസ്സിന് കോമ്പറ്റീഷൻ. ഒരു ഇതിന്റെ മൂവ്മെന്റ് പ്രോപ്പർ ആയിട്ട് അറിയാൻ പാടില്ല. ഇരിക്കട്ടെ, ഒരു എന്തായാലും കുഞ്ഞിനെ പൊക്കി പറയല്ലേ. ഇതിനെയാണ് ഓടക്കുഴി കൊണ്ടുപോയിടുന്നത് താത്തി. അപ്പൊ എങ്ങനെയാ വെച്ചാൽ അങ്ങനെ അതോടുകൂടി കുഞ്ഞു ചെസ് നിർത്തി. പിന്നെ എന്റെ അടുത്ത് വരാറില്ല. പിന്നെ എന്താണെന്നാ നമ്മള് വിളിച്ചത്, എന്തൊക്കെയോ കളിച്ച്, എന്ത് കളിച്ചാലും കുഞ്ഞു എന്റെ അടുത്ത് തോക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, കാറിൽ നിങ്ങൾ ഓടിച്ചാലും കുഞ്ഞു തോക്കും എന്നുള്ളത്. ഇതാണ് സത്യം, ഇത് മാത്രമാണ് സത്യം. കാറിൽ എനിക്ക് തോപ്പിക്കാൻ പറ്റാത്തതിന്റെ അപ്പനെ മാത്രമേ ഉള്ളൂ. ബാക്കി ഇങ്ങനെ എപ്പോഴും തോപ്പിക്കാം. എടാ, എല്ലായിടത്തും ഭർത്താവ് തോറ്റു കൊടുത്ത ചരിത്രമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ചെസ്സിലേക്ക് തോറ്റു വന്നില്ലല്ലോ. അത് ഗെയിമല്ലേ? അത് ശരി, ഇത് ഗെയിമല്ലേ? മറ്റേന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ എങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കും? എന്റെ പൊന്നെ, ചെസ്സിൽ ഞാൻ തോറ്റിട്ടുണ്ട്. ഏകപക്ഷീയമായി തോറ്റുപോയി. ചെസ്സിൽ സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കണല്ല, ഭക്ഷണം കിട്ടൂല. സത്യത്തിൽ അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ തോറ്റു കൊടുക്കുന്നത്. സന്തോഷിച്ച് കഴിഞ്ഞാൽ കുറച്ച് സന്തോഷം വരുമ്പോൾ ഇച്ചിരി ചോറൊക്കെ വരയ്ക്കാന്ന് എന്തെങ്കിലും കറി ഉണ്ടാക്കി തരും. അറ്റ്ലീസ്റ്റ് ഒരു മുട്ടോർത്തെങ്കിലും കിട്ടും. ഓക്കെ, എത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എന്റെ വ്ളോഗ്. ഇന്ന് റോയിച്ചൻ സ്ക്വാഡ് അപ്പൊ കാറിൽ ഞാൻ ലയിച്ചത് അത്രേ. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. 12:26 ആയിട്ടുള്ളൂ. ഫോൺ എടുത്ത് കാണിക്കും, ടൈം കാണിക്ക്. ഞാൻ ജയിച്ചു. ഇച്ചാന്റെ ആ ചളിമുഖം നിങ്ങൾ കണ്ടല്ലോ. 12:27. അതിപ്പോ മാറിയതാ. 12:26 ആയിരുന്നു ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തപ്പം. 12 എന്റെ ദൈവം, എന്തിനാണ് ഇങ്ങനെ കള്ളം പറയണത്? നിങ്ങളെ പൊങ്കാല ഇടുക ആൾക്കാര്. പൊങ്കാല 12 മുമ്പ് ഞാൻ ഇവിടെ എത്തിക്കുന്നുണ്ട്. 12 മുമ്പ് ഞാൻ എത്തിച്ചു. ഞാൻ വേഗം പോയി പിള്ളേരെ പിടിക്കണം. ആദ്യമായിട്ടല്ല, എപ്പോഴും അങ്ങനെ തന്നെ. നല്ല തണുപ്പ്. 5-6 മാസമായില്ലേ ഒരു ചുരിദാർ ഇട്ടിട്ട് കൊതിയായിട്ടും വെള്ളം. തവളച്ചാട്ടം പ്രാക്ടീസ് ചെയ്യോ കുഞ്ഞിപ്പെണ്ണും പപ്പയും കൂടെ. പിള്ളേരെ പിക്ക് ചെയ്ത് വന്നപ്പോ എല്ലാ സൺഡേ ഉള്ള പരിപാടിയാണ് കേട്ടോ ഇതാ. ഇപ്പൊ ഈ മഞ്ഞ് കുരുകി വരുന്നോണ്ട് മൊത്തം വെള്ളമായതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ ജമ്പി അയക്കണം. റോണും ഓടും. ഐസൊക്കെ മാറിയതുകൊണ്ട് ധൈര്യമായിട്ട് ഓടാലോ. അതിൻ്റെ സന്തോഷം അവര്. ലെറ്റ് ദം എൻജോയ് അല്ലേ? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ എന്തോരം ഓടി കളിച്ചിരിക്കുന്നു. ഇവർക്ക് അത്രയൊന്നും പറ്റുന്നേ ഇല്ല. കാര്യം 5-6 മാസം സ്നോ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഓടാനും ചാടാനും പറ്റുമല്ലോ. അപ്പോൾ ഈ സമയത്തൊക്കെ അവരത് എൻജോയ് ചെയ്യട്ടെ അല്ലേ? റോണ് വണ്ടിയും ക്രോസ് ചെയ്ത് പോണ്. എടാ, വണ്ടി ഇപ്പുറത്താടാ. ഇല്ലേ, എന്തിനാ പപ്പേനെ ടയർഡ് ആക്കണേ? അപ്പൊ ഹയർ വേണമെന്നൊക്കെ. എല്ലാ സൺഡേ റോയിച്ചിന് നല്ലൊരു എക്സസൈസ് ഉണ്ടാവുന്നുണ്ട്. ഗുഡ്. അപ്പൊ നമ്മള് പിള്ളേരെയൊക്കെ പിക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് നേരെ ആ പിള്ളേരുടെ ഷോപ്പിലേക്ക് പോവാണ്. പിള്ളേരുടെ ഷോപ്പാണോന്ന് വെച്ചാൽ നമ്മളിപ്പോ കുറച്ചായിട്ട് പിള്ളേർക്ക് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ആ ഷോപ്പിലാണ്. പൈസ സേവ് ചെയ്യുന്ന ഷോപ്പാണ് അത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇന്നലെ ഞാനും പിള്ളേരും കൂടെ ചെറുതായിട്ടൊരു ഒരു കറക്കം. അത് എന്താണെന്നുള്ളത് കണ്ടിട്ട് വായോ. അപ്പത്തേക്ക് നമ്മൾ ആ ഷോപ്പിലേക്ക് എത്തും. അപ്പൊ ബൈ. ഇവിടുത്തെ സ്പ്രിംഗ് ബ്രേക്ക് തുടങ്ങി. റോണുനും ആറൂനും ഇപ്പൊ സ്പ്രിംഗ് ബ്രേക്ക് ആണ് കേട്ടോ, ഒരാഴ്ചത്തേക്ക്. പിന്നെ സാറ്റർഡേസ് നമ്മൾ പൊതുവെ ലൈബ്രറിയിൽ വരാറുണ്ട്. പിന്നെ കുറെ ബുക്സ് റിട്ടേൺ ചെയ്യാനുണ്ട്. പ്ലസ് കുറച്ച് ബുക്സ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് പിള്ളേർക്ക് എടുക്കുകയും വേണം അല്ലേ? നിങ്ങൾ തന്നെയല്ലേ ചൂസ് ചെയ്യാൻ പോകുന്നത് ഏത് ബുക്ക് റീഡ് ചെയ്യാൻ പോകുന്നത്? അവര് തന്നെയാണ് കേട്ടോ എപ്പോഴും ചൂസ് ചെയ്യാറ്. അപ്പൊ എന്തായാലും നമുക്ക് ലൈബ്രറിയിലേക്ക് പോവാം. 1 ആയിരം 1 റോണും. റോണും ആയറും സ്കാൻ ചെയ്ത് കയറ്റി വിടാണ് കേട്ടോ ബുക്സ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐറൂട്ടി ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഈ ഒരു ഡ്രോയിങ് ഷീറ്റ്സ്. വീട്ടിൽ ചെന്നിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ ഐറു? ഈ ഒരുപാട് എടുക്കല്ലേ, എല്ലാത്തിൽ നിന്നും ഓരോന്നും എടുത്താൽ മതി. അവളവിടെ ചൂസ് ചെയ്യട്ടെ. റോണു ബുക്ക് ചൂസ് ചെയ്യാൻ പോയിട്ടുണ്ട്. വായനാശീലം നല്ലതൊക്കെയാണ്,
അവൻ ഒത്തിരി നേരം റൂമിനകത്ത് പോയി ബുക്സ് വായിക്കുന്നതിനോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറൊക്കെ ബുക്ക് വായിക്കാൻ ഒരു ദിവസം കൊടുക്കാറുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ കൊടുക്കാറില്ല. കാരണം ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ മോനെ മിസ് ചെയ്യും. ഏതായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്? ഓ, ഡ്രാഗൺ സ്റ്റോം. ഓ യാ, ഐ സോ ദാറ്റ് ടു. ഓക്കെ, വായിച്ചോ, അല്ല തപ്പിയെടുത്തോ. അപ്പോൾ ആ ലൈബ്രറിയിൽ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ലൈബ്രറിയിൽ നമ്മൾ കുറേ ബുക്സ് ഒക്കെ ചൂസ് ചെയ്തു. പിള്ളേർ തന്നെയാണ് ചൂസ് ചെയ്തത്. ഇതൊക്കെയാണ് റോണുവിൻ്റെ ചൂസ് ചെയ്ത ബുക്സ്. റൈഡർ വുൾഫ്സ് ആൻഡ് അതിന്റെ 3, 4, 5, 6 ആണ് അവൻ എടുത്തത്. പിന്നെ ഒരെണ്ണം ഉള്ളത് എല്ലാ ആൻഡ് ഓവന്റെ 1ഉം 2ഉം എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് റോണ് വായിക്കാൻ പോകുന്നത്. പിന്നെ ഇത് കുറച്ച് ബേബി ബുക്സ് ആണ്. ആരൂട്ടി ഇപ്പൊ റീഡിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവൾക്ക് ഒരുപാട് ഇങ്ങനെ വലിയ വാക്കുകളുള്ള ബുക്സ് ഒന്നും അങ്ങനെ വായിക്കാൻ അറിയില്ല. പക്ഷെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ അവള് സൗണ്ട് ചെയ്ത് വായിക്കും. ഇല്ലായിരുന്നു. അപ്പൊ അത് കാരണം അവൾക്ക് ചെറിയ ചെറിയ ബേബി ബുക്സ് എടുത്തു. അപ്പൊ അവൾക്ക് സൗണ്ട് ചെയ്ത് ചെറിയ വേർഡ്സ് ഒക്കെ ഉള്ള ഈസി ബുക്സ് എടുത്തു. അപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വായിക്കാൻ പഠിക്കട്ടെ അല്ലേ. അപ്പം അങ്ങനെ ഒക്കെയാണ് നമ്മളെപ്പോഴും എടുക്കാറ്. പിന്നെ ഇപ്പം നേരെ അപ്പയുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ഒരു വർത്താനമൊക്കെ പറഞ്ഞ് പോരണം. അപ്പയും ചിക്കൂസും ജോലിയില്ല, അമ്മയും ആൻറ്റിയും ഉള്ളൂ. രണ്ടുപേരോടും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് നേരെ വീട്ടിൽ പോവും. പിന്നെ ഇപ്പം എന്തായാലും നാളെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ബാക്കി വീഡിയോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിലെത്തി. ഷോപ്പ് ഏതാന്നല്ലേ? ഡോളറാമ. ഈ പിള്ളേർക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഡോളറാമയിൽ വന്നിട്ട് കാര്യമുള്ളൂ. കാരണം മാർക്കേഴ്സും ഇതൊക്കെ മേടിക്കാനാണേ. ഇനിയിപ്പോൾ ഒരാഴ്ച അവധിയല്ലേ, സ്പ്രിംഗ് ബ്രേക്കിൻ്റെ. അപ്പം നമ്മൾ മാർക്കേഴ്സോ പെയിൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പിള്ളേരെ ഒന്ന് ബിസി ആക്കിയൊക്കെ വയ്ക്കാൻ. അതിന് വേണ്ടി വന്നതാ. അപ്പോൾ ഇവിടെയൊക്കെ വരുന്നതാ ലാഭം. മറ്റിടത്തൊക്കെ പോയി ഒത്തിരി വിലയുടെയൊക്കെ മേടിച്ച് ഇതുങ്ങൾ ചുമ കുത്തി വരച്ച് മുഴുവൻ നിബ് കളയും. അപ്പോൾ ഇവിടെ നിന്ന് മേടിക്കുവാണെങ്കിൽ കുറേ മേടിക്കുകയും ചെയ്യാം, അത്യാവശ്യം ഉപയോഗിക്കുകയും ചെയ്തോളും. നമുക്ക് കാർട്ട് എടുക്കാം. ചുമട്ട് തൊഴിലാളി ആവുകയാണ് റോയിച്ചൻ ഇന്ന്. പക്ഷെ റോയിച്ചൻ പറഞ്ഞു റോയിച്ചൻ്റെ വീഡിയോ ആയിക്കോട്ടെ ഇന്ന് മുഴുവൻ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ റോയിച്ചനെ വീഡിയോയിൽ കാണുള്ളൂ. അതുകൊണ്ട് റോയിച്ചന് ഇനി അടുത്ത ആഴ്ചയല്ലേ വീഡിയോയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് റോയിച്ചൻ പറഞ്ഞു ഈ ആഴ്ച മുഴുവൻ എൻ്റെ ഇട്ടാൽ മതിയെന്ന്. റോയിച്ചന്റെ ഫേസ് കണ്ടിന്ന് മനുഷ്യർ മടുക്കും. ഭംഗിയുള്ളതുകൊണ്ട് എല്ലാവരും കണ്ടോളൂ. നമ്മൾ കുറച്ച് പെയിന്റ് ഒക്കെ വാങ്ങാനായിട്ട് വന്നേക്കാം. പിള്ളേരെ ഒന്ന് ബിസി ആക്കി വെക്കാൻ ഒരാഴ്ച മുഴുവൻ വീട്ടിലിരിക്കുമല്ലേ. അപ്പം അതുകൊണ്ട് ഫൈനലി ഞാൻ എൻ്റെ ഇത് കണ്ടെത്തി. ഡ്രോ ചെയ്യാനായിരിക്കും അല്ലേ? പെയിന്റ് ചെയ്ത് കാണിക്കണേ. കളർ റോച്ച് നന്നായിട്ട് ഡ്രോ ചെയ്യും കേട്ടോ. ഇന്നാളത്തൊക്കെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് റോച്ച് നന്നായിട്ടൊക്കെ ഡ്രോ ചെയ്യണത്. ഇത് സ്കെച്ച് ബുക്കാണ് ആക്ച്വലി. ഞാൻ പണ്ടൊക്കെ നന്നായിട്ട് ഡ്രോ ചെയ്യുമായിരുന്നു. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അപ്പയുടെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനൊരു ഈശോയുടെ പടം വരച്ചിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രോയിങ് എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ അങ്ങനെ വലിയൊരു ഡ്രോയിലേക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ ഡ്രോയിലെ പറ്റി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട്. എൻ്റെ അപ്പ നന്നായിട്ട് വരയ്ക്കും കേട്ടോ. അമ്മ വരയ്ക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പം നന്നായിട്ട് വരയ്ക്കും. ഞാനും അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. പിന്നെ ആരും പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് അങ്ങനെ വരച്ചൊന്നുമില്ല. പക്ഷെ ഇപ്പം എനിക്ക് എന്തൊക്കെയോ ഒരു ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ. പക്ഷെ ഇപ്പോൾ കുറേ കാലമായിട്ട് വരയ്ക്കാതിരുന്ന് ഇപ്പം ആ വരയൊക്കെ അങ്ങ് പോയി. പക്ഷെ എന്നാലും ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ചെയ്ത് നോക്കണം. റോയിച്ചൻ നന്നായിട്ട് ഡ്രോ ചെയ്യും. ഇപ്പോൾ അതുകൊണ്ട് റോയിച്ചൻ സ്കെച്ച് എടുക്കട്ടെ. സ്കെച്ച് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വീഡിയോസ് ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ റോയിച്ചൻ ചെയ്യുന്നതൊക്കെ. റോയിച്ചൻ മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, സാന്റാ ക്ലോസ് ഇതൊക്കെ വരച്ചിട്ടുണ്ട്. ഇപ്പം ഇനി വരയ്ക്കാറില്ല. ഇനി എന്തൊക്കെ വരയ്ക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല. എനിവേസ് പിള്ളേർക്ക് പെയിന്റിങ്ങിന് നമുക്ക് അക്രിലിക് പെയിന്റ് എടുക്കാം. അക്രിലിക് എൻ്റെ ഐറൂട്ടി ഏതാണ്ടൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. ആ എടുക്ക്. അതിനകത്ത് പെയിന്റ് ചെയ്തിട്ട് അവള് കൊണ്ടുനടക്കാൻ ആ ബാഗ്. എനിവേസ് അക്രിലിക് പെയിന്റ് എടുത്തു പിള്ളേർക്ക്. എൻ്റെ കുഞ്ഞിപ്പെണ്ണിനൊരു കളർ ബാഗ് എടുത്തു. ഈ ബാഗിൽ ഇവൾക്ക് തന്നെ ഇവളുടെ ഇഷ്ടത്തിന് പെയിന്റ് ചെയ്തിട്ട് കളർ അടിച്ചിട്ട് അവൾക്ക് ഉപയോഗിക്കാം. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു സംഭവം കണ്ടു. നമ്മുടെ കിച്ചണിൽ വെക്കാനുള്ള ഒരു ബോർഡ്, കുക്കിംഗ് വിത്ത് ലവ്. നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് നമ്മളിത് എടുക്കുവാണ് കേട്ടോ. കുക്കിംഗ് വിത്ത് ലവ്. ഇതിന് എത്ര $1. റോങ്ങോട്ടൻ പെയിന്റ് ചെയ്യാനായിട്ടൊരു സ്പഞ്ചും എടുത്തിട്ടുണ്ട്. അത് ലോണ്ടറി റൂം അല്ലേ, ഡോറിൽ വെക്കാൻ. അതെടുക്കാം. ഫൈനലി നമ്മൾ നമ്മുടെ മാർക്കേഴ്സിന്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും ചൂസ് ചെയ്തതാ ഈ മാർക്കേഴ്സ് ആണ്. ഐറോ ഉറപ്പല്ലേ ഇത് വേണമെന്ന്?
നീയും അത് തന്നെ എടുക്കണേ. റോങ്കൂട്ടിനതാ ഇങ്ങനത്തെ ഒരു സ്കെച്ച് പാഡ് എടുത്തിട്ടുണ്ട് അവന് പടം വരയ്ക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. ഐറൂട്ടി സ്റ്റിൽ ഓൺ സെർച്ചിങ് ആണ്. ഐറൂട്ടിക്ക് മാത്രം ഒരെണ്ണം പിടിക്കുന്നില്ല. ഓക്കെ, ഐറൂട്ടി അവസാനം ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. ആ ബുക്ക് എന്തിനാണാവോ. റോങ്ങിന് ഒരു പെൻസിൽ ക്രയോൺസും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഐറൂട്ടിക്ക് വേണമെങ്കിൽ എടുത്തോ ഒരു പെൻസിൽ ക്രയോൺസ്. ബട്ട് യു ആർ നോട്ട് സപ്പോസ് ടു ബ്രേക്ക് ഇറ്റ്. ഓക്കെ ആരു? ഓ, എന്റെ കുഞ്ഞിപ്പെണ്ണിന്റെ ഉടുപ്പാണ് ഇപ്പോഴാണ് ഈ വീഡിയോയിലൊന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീടെത്തി. ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പണികളാണ്. വാടാ റൂംകുട്ട. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ like, share, subscribe. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.